കാണൂ നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്രണവ് ഇതുവരെ റെഡിയായി വന്നില്ലേ അച്ഛാ? അതല്ലേ ഞാനിവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നത്. എല്ലാവരും ഇങ്ങനെ വൈകാൻ തുടങ്ങിയ ഫ്ലൈറ്റ് അതിന്റെ പാട്ടിന് പോകും. വിചാരിച്ച കാര്യവും നടക്കില്ല. ആരും വന്നോ തോന്നുന്നു. ഞാൻ പോയി നോക്കി. നീ നിൽക്കും, ഞാൻ പോയി നോക്കാം. ആര്? പ്രണവിന്റെ ചേട്ടനല്ലേ ഗൗതം ഗോപിനാഥ്? അതെ, എനിക്കറിയാം. അതെ, പക്ഷെ ഇയാളെ എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ രാഹുൽ, പ്രണവിന്റെ സുഹൃത്താ. ചേട്ടാ, രാഹുലിനെ ഞാൻ വിളിച്ചു വരുത്തിയതാ. ഇവ എന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തോളൂ. ആഹാ, അത് കൊള്ളാം. നിന്നെ കൊണ്ടാക്കാൻ വേണ്ടിയല്ലേ ഞാൻ വേഗം റെഡിയായത്. അയ്യോ, ചേട്ടൻ എയർപോർട്ടിലോട്ട് വരുന്നുണ്ടായിരുന്നോ? എന്നാ നേരത്തെ പറയണ്ടേ. എന്തോ അത്യാവശ്യത്തിന് പോകുന്ന ഇവനെ ഞാൻ വിളിച്ചു വരുത്തിയേ. ആ, അത് സാരമില്ലേട്ടാ, ഇവനെന്തായാലും ഇറങ്ങിയില്ലേ, ഇനി ഞാൻ കൊണ്ടുപോയിക്കണം. എങ്കിലൊരു കാര്യം ചെയ് ഗൗതം, അവന്റെ കൂടെ ചെല്ല്. വാ പ്രണവ്, നമുക്കിറങ്ങാം. അല്ല, ഇപ്പൊ ഇനി ഏട്ടൻ്റെ കൂടെ മെനക്കെടണ്ട, ഞങ്ങളങ്ങ് പൊക്കോളാം അല്ലേ? ഒരു മെനക്കേടൂല, ഇവനും കൂടി വരും. തിരിച്ചു വരുമ്പോ രാഹുൽ എന്നെ ഇവിടെ ആക്കി തന്നാ മതി. അയ്യോ ചേട്ടാ, തിരിച്ച് ഞാൻ ഇങ്ങോട്ടില്ല. പ്രണവ് പറഞ്ഞില്ലേ, എയർപോർട്ടിനടുത്ത് തന്നെ എനിക്കൊരാളെ മീറ്റ് ചെയ്യാനുണ്ട്. മീറ്റ് ചെയ്യാനുണ്ട്. എങ്കിൽ ഗൗതം, നീ നിന്റെ കാറിൽ തന്നെ പോ. ഞാൻ അമേരിക്കയിലോട്ടൊന്നും അല്ലല്ലോ പോകുന്നേ. ഇവിടുത്തെ ഡൊമസ്റ്റിക് ടെർമിനലിൽ നിന്ന് ഒരു ഫ്ലൈറ്റിൽ കയറി പോകുന്നതിന് ഒരാളെ യാത്രയാക്കി ഇത്രയും പേർ ആവശ്യമൊന്നുമില്ല. ഞാൻ പോയിക്കോളാം. ഇതൊന്ന് വണ്ടിയിലോട്ട് വെച്ചേക്കണം. ശരി അച്ഛാ, ഞാൻ ഇറങ്ങുവാ. ശരി. പ്രണവേ, ഞാൻ മാനേജറെ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്ന് നിന്നെ പിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തോളൂ. ചിലപ്പോ പുള്ളിക്കാരൻ തന്നെ വരും. പിന്നെ അവിടെ എത്തിയാൽ ഉടൻ നീ എന്നെ വിളിക്കണം കേട്ടല്ലോ.